വെൽക്കം ബാക്ക് അക്കു ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ വീണ്ടും ആർക്കിൻ്റെ 4ാമത്തെ ഷോർട്ട് എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മൾ സർപ്രൈസാണ് ഗൈസ്. നമ്മളിത് നിൽക്കണ ജീവിയില്ലേ, ഇതാണ് പരാസുരൻ, എന്താ പേരാ. ഇത് നമ്മൾ ഇണക്കിയിട്ടുണ്ട് ഗൈസ്. 14 ലെവലാണ്. 128 HP ഉണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇവിടെ ഉണ്ടോ, ഇത് പേര് എന്താ കൊടുത്തു വെച്ചാൽ അക്കു ഗെയിം വേണ്ടി, നമ്മളെ ചാനലിൻ്റെ പേര് തന്നെ. അപ്പം ഇതാ ഇവിടെയൊക്കെ മറ്റേ തീയൊക്കെ കത്തിക്കണം, മറ്റേ സാധനമൊക്കെ വെച്ചിന്. അവിടെയാണ് 3 വെച്ചിന്. അതുപോലെത്തന്നെ ഇവിടെ 2 ബോക്സ് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ അപ്ഗ്രേഡ് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ ഗൈസ്. നമ്മൾ വില്ലൻ്റെ ലെവൽ 44 428 HP. ഇവൻ്റെ HP കൂട്ടാണ്ട്, ഇവൻ്റെ ലെവൽ കൂട്ടാണ്ട് 28 ലെവലുണ്ട്. ഇങ്ങോട്ട് HP തീരെയില്ല. HP കൊടുക്കുക. ആദ്യം നമ്മൾ HP സെറ്റ് ആക്കിയിട്ട് നമ്മളെ പണി എന്താ വെച്ചാൽ ഒരു 20ാമത്തെ എപ്പിസോഡ് 25ാമത്തെ എപ്പിസോഡൊക്കെ അവിടെയൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ മറ്റേ വലിയ ഡൈനോ ഇല്ലേ, വലിയ ഡൈനോസർ, വലിയ തലയും വലിയ പാലൊക്കെ ഉള്ള ആ ഡൈനോസറോടെ നമ്മൾ നിൽക്കുന്ന ഈ വലിയൊരു ദ്വീപിൽ ഒരു 3-4 ഉണ്ട്. അതിൽ ഓരോന്നിനായിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചിടണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതിൽ ഒരുത്ത ബെഡ്ക്കറ്റ് വന്നിന്, നമ്മൾ വീടിനൊക്കെ വന്നിന്. അപ്പം അവന് ഈ വീടൊക്കെ ചവിട്ടി പൊട്ടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ആദ്യം മുതൽ ഉണ്ടാക്കി വരേണ്ടി വരും. പോരാത്തതിനപ്പോൾ ഞാൻ എന്താ കട്ടിച്ചില്ല, അവനെ അടിച്ച് നമ്മളെ വെയ്ത്തോലെ കൂടിയാണ്ട് ഞാൻ ഉടുക്കറ്റ് കൊണ്ടുപോയി അവനെ, എന്നിട്ട് അവന് സാധനം വരികയായി. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 100 സബ്സ്ക്രൈബേഴ്സാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന ഡിസംബറൊക്കെ ആകുമ്പോഴത്തേന്. പക്ഷേ നമ്മളെന്താ സർപ്രൈസ് വെച്ചാൽ ഇവൻ്റെ സ്ലൈഡ് നമ്മൾ റെഡിയാക്കിയിരുന്നു. സ്ലൈഡ് നമുക്ക് ഇവനെ ഇട്ടെടുക്കാം. നമുക്ക് ഇവൻ്റെ മേത്ത് കയറിയിട്ട് യാത്ര ചെയ്യാം. യാത്ര ചെയ്തില്ലതായിട്ടും നമുക്ക് ചെയ്ത് നോക്കാം. എൻ്റെ മോനെ സീന് നടക്കാം. മണ്ടലെങ്ങനെ രണ്ടായിട്ട് നിൽക്കും മണ്ടു. പിന്നെ ഇങ്ങനെ അടിക്കുക. പിന്നെ ചില യൂട്യൂബേഴ്സ് ഇങ്ങനെ ഈ ഡൈനോനെ വെച്ച് പുറത്ത് കയറി പോകുമ്പോൾ ഇതിന് വേറെ എന്തോ ഒരു പവർ ഉണ്ട് അറിഞ്ഞിരുന്നു. ഇങ്ങനെ എനിമീസ് ഇവിടെ വരുന്നതെന്ന് അറിയാൻ കഴിയും. അത് ഈ ഡൈനോ ആണോ എനിക്കറിയില്ല, ഈ ഡൈനോ തന്നെയാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ തലയൊക്കെ പൊന്തിച്ചാണ്ട് എനിമീസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന എനിമീസ് ഉദ്ദേശിക്കുന്നത് വേറെ ശത്രുക്കളായ ഡൈനോസ് അല്ലേ, സൈക്കോള് ഐറ്റങ്ങൾ നമ്മൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടോ മനസ്സിലാവും. പിന്നെ ഞാൻ മറ്റേ മുതലുണ്ട്, ഞാൻ ആ ഒരു ഭാഗത്തായിട്ട് 2 ഉണ്ടായിരുന്നു. ഞാൻ ഐറ്റങ്ങളെ അടിച്ച്, പക്ഷേ ടൈമാക്കാൻ കഴിഞ്ഞില്ല, അവന്മാർ ചത്തു. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിൻ്റെ പുറത്ത് വരെ നമുക്ക് വെറുതെ ഒന്ന് ചെറിയൊരു ആമനൊക്കെ അടിച്ചിടാനുള്ള ചെറിയൊരു അണ്ടിങ് നമുക്ക് പോവാം. എവിടെയും നമുക്ക് കാണും ആമന്മാർ. ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ പോരുന്നത് ഗൈസ്. ഇവിടെ നമ്മളെ പോലത്തെ 2 വേറുണ്ടല്ലോ. എനിക്ക് അത്ര ലെവലെ നോക്കണം. 6 ലെവല് അതിന് എത്ര ലെവലാണ്? 9 ലെവല്. ഈ 9 ലെവലിൽ നമുക്ക് ടൈം ചെയ്യാൻ നോക്കാം. ഇതല്ല 9 ലെവല്. ചിലപ്പം ടൈമൊക്കെ കഴിയും, ചിലപ്പം ബഗ്ഗില് എന്താ പറയുക, ചാവാൻ ചാൻസ് ഉണ്ട്. അയ്യോ ടൈമൊക്കെ കഴിയും ഗൈസ്. ഇതിൻ്റെ മറ്റേ തുണത് അവിടേക്കറ്റ് പേടിച്ച് കൊണ്ടിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഡൈനോ അല്ലേ, നമ്മൾ എടുത്തിട്ടുള്ള ഈ ഡൈനോ സ്ലൈഡൊക്കെ വെച്ചിട്ടുള്ള
അവൻ്റെ 14 ലെവലുള്ളൂ. അവന് 7 ലെവലൊക്കെ ആയപ്പോഴാണ് ഞാൻ അവനെ ടൈമാക്കാൻ നോക്കിയത്. അപ്പോൾ 7 ലെവലായപ്പം ഒരു 12 ലെവലൊക്കെ ആയി. അവനെ ടൈം ചെയ്തപ്പോൾ ലെവല് കൂടി. അപ്പോൾ ഇവനെ നമുക്ക് ടൈമൊക്കെ വയ്ക്കാം. ഇവൻ്റെ ലെവൽ എത്ര കൂടുക? 3 ലെവൽ കൂടും. അപ്പം അപ്പോൾ 12 തന്നെ ലെവല്. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഏതാ നമ്മളെ ഇവന് ഫീമെയിൽ, ഇത് മെയിലാണ്. മെയിലാണെങ്കിൽ അടിപൊളിക്കാരം. ഇത് ഫീമെയിലാണ്. ഈ ഫീമെയിലൊക്കെ നല്ല ലെവലുള്ള ഈ നമ്മളെ ഈ സ്ഥലത്ത് കാണലുള്ളൂ. ഞാൻ ഇനി നമ്മളെ ഈ ഡൈനോ ടൈമായിട്ട് നമുക്ക് അതിനും സ്ലൈഡ് വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് സ്ലൈഡൊക്കെ സെറ്റാക്കാം. നമ്മൾ ചാനൽ വീഡിയോ കാണുന്ന അധികം ആൾക്കാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളടുത്തുണ്ടത് ആ സ്ലൈഡില്ലല്ലോ. എവിടെ ഇതാണ് അതിൻ്റെ സ്ലൈഡ്. ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ സ്ലൈഡ് ഇല്ലല്ലേ, ഉണ്ടാക്കി വെച്ചില്ല. ആ സ്ലൈഡ് ഉണ്ടാക്കാൻ പോണു ഗൈസ്. സ്ലൈഡ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ആർക്ക് കളിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയാണ്. ഇതാ ഈ സ്ലൈഡ്, ഇത് ഇതിൻ്റെ സ്ലൈഡ് എനിക്ക് അത്ര എന്താ പറയുക ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഏത് അനിമലിൻ്റെ സ്ലൈഡാണെന്നൊന്ന് പറയട്ടോ. പേരൊക്കെ ഇവിടെ കൊടുത്തിരുന്നു, പക്ഷേ അത് പേര് എനിക്ക് അധികം ഡൈനോസറിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് അറിയുന്നവരാണ് ഈ കമൻറ്റ് ചെയ്യും. അത് ഏത് ഡൈനോൻ്റെ സ്ലൈഡാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നീച്ചില്ല എപ്പോഴും. ആയിട്ടുള്ളൂല്ലേ. അപ്പോൾ വലിയ ടൈമായിട്ട് നമുക്ക് കാണിച്ചു തരാം ഗൈസ്. ടൈമായിട്ട് കാണിച്ചു തരാം. ഏകദേശം അവന് ടൈം ആവാനായിട്ടുണ്ട്. 92 ആയിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തേനും ഫുഡൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. കളിച്ച് പഠിച്ച് വരുന്നുള്ളൂ ഗൈസ്. അയ്യോ 12 ചെറുക്കൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇവർക്ക് നമുക്കൊരു സ്ലൈഡ് വെച്ച് കൊടുക്കാം. സെറ്റ്. നമ്മളിനി എന്താ പണി വെച്ചാൽ ഇവനെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇവനെ കാര്യം അധികം ഹണ്ട് ചെയ്യാൻ ഉപയോഗിക്കല്. അതിന് ലെവൽ കൂടിയാൽ അടിപൊളിയാണെങ്കിൽ അതിനെ കൊണ്ടുപോകും ഹണ്ട് ചെയ്യാൻ. എന്നാലും നമ്മൾ അധികം ഇതിനെ കാര്യം കൊണ്ടുപോകല്. ഇതിനാണ് നല്ല രസമുണ്ട്. കാട്ടി ഏകദേശം രസം കണ്ടിട്ടോ. ഇതിൻ്റെ ഒപ്പം നിൽക്കുക. സീനില്ലേ. ഇനി മെയിലിനാണോ മറ്റേ എനിമീസിനെ കാണുന്ന പവർ ഉള്ളത് നമുക്കറിയില്ല കേട്ടോ. ചെറുക്കൻ സീനാണ്. ഞങ്ങൾക്ക് മുഖത്തിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇവൻ്റെ അടിയിൽ താടിയുണ്ട്. താടി പോലത്തെ ഉണ്ട്. അതിലേക്ക് ഫുഡൊന്ന് വെച്ചേക്കാം. സീന് ഇപ്പോൾ നമ്മൾ വീഡിയോ എത്രേ ഉള്ളൂ. ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ആദ്യം പറഞ്ഞതായതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതാണ് നമ്മൾ 2 ചെറുക്കന്മാർ. അവൻ തിന്നാൻ നിൽക്കാൻ. അവിടെ നിൽക്കടാ. എന്താടാ
അവിടെ നിന്ന് ഇപ്പോൾ തൂറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ എത്തുള്ളൂ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത പാർട്ട് 6 വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.